പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിനെതിരെ നിർമ്മാതാവ് വിജയ് ബാബു അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് മത്സരിക്കാനാകില്ലെന്നും അന്തിമ തീരുമാനം കോടതി എടുക്കട്ടെ എന്നും വിജയ് ബാബു ഫേസ്ബുക്കിൽ കുറിച്ചു. വിനയാരാജുണ്ട് വിവരങ്ങളുമായി. വിനയ, ഫ്രൈഡേ ഫിലിം ഹൗസ്, അതായത് വിജയ് ബാബുവിൻ്റെ ആ ഒരു നിർമ്മാണ കമ്പനിയുടെ ഭാഗമല്ല ഇപ്പോൾ സാന്ദ്ര തോമസ് എന്നുള്ളത് ആ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നു. 2016 രാജിവെച്ച് പോയതാണ് സാന്ദ്ര തോമസ്. കോടതിയടക്കം അതിനെ സംബന്ധിച്ച് അറ്റസ്റ്റ്മെന്റ് നടന്നതാണ്, അല്ലെങ്കിൽ കോടതിയടക്കം അംഗീകരിച്ചതാണ് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ എന്നുള്ളതും കൂടിയാണ് വിജയ് ബാബു ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസ് കാട്ടിയ സെൻസർ സർട്ടിഫിക്കറ്റിൽ അടക്കം ആ ചിത്രങ്ങളുടെ സെൻസർ സർട്ടിഫിക്കറ്റും കൂടെ ഉൾപ്പെടുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസ് മാധ്യമങ്ങൾക്ക് കാട്ടിയ ആ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ. എന്താണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? അല്പസമയം മുൻപാണ് സാന്ദ്ര തോമസിനെതിരെ നിർമ്മാതാവ് വിജയ് ബാബു രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു വിജയ് ബാബു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. സാന്ദ്ര തോമസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും വിജയ് ബാബു വ്യക്തമാക്കിയത് അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് ഫ്രൈഡേ ഫിലിംസിന്റെ പേരിൽ സാന്ദ്ര തോമസിന് മത്സരിക്കാനാകില്ല എന്നായിരുന്നു വിജയ് ബാബു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. 2016 തന്നെ ഫ്രൈഡേ ഫിലിംസിൽ നിന്നും സാന്ദ്ര രാജിവെച്ചിരുന്നു. വ്യക്തിയുടെ പേരിലുള്ള സെൻസറിംഗ് നടത്തുന്നത് എന്നടക്കമായിരുന്നു വിജയ് ബാബു ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഫ്രൈഡേ ഫിലിംസിന്റെ പേരിലാണ് സാന്ദ്ര തോമസ് മത്സരിക്കാൻ വരുന്നതെങ്കിൽ അത് പറ്റില്ല. അത്തരത്തിൽ ഫ്രൈഡേ ഫിലിംസിന്റെ പേരിൽ മത്സരിക്കാനാകില്ല. ഫ്രൈഡേ ഫിലിംസിൽ നിന്നും 2016 തന്നെ സാന്ദ്ര തോമസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കൂടി ഇപ്പോൾ അല്പസമയത്തിന് മുൻപ് വന്നിട്ടുണ്ട്. അത് വലിയ ആരോപണങ്ങൾ വിജയ് ബാബുവിനെതിരെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കതൊന്ന് വായിച്ചു പോകാം. കാരണം സാന്ദ്ര തോമസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് ചിലരുടെ നിലനിൽക്കാത്ത കുതന്ത്രങ്ങൾ മറനീക്കി പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഒരു തമാശയായി മാത്രം നമുക്കതിനെ കാണാമെന്നുള്ളതാണ് സാന്ദ്ര തോമസ് ഈ ഒരു വിഷയത്തോട്, അല്ലെങ്കിൽ വിജയ് ബാബുവിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പിനോട് പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതും കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിജയ് ബാബു പറഞ്ഞ കാര്യങ്ങൾ 2016 വരെ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ മാനേജിംഗ് പാർട്ട്ണർ ആയിരുന്നു എന്ന് വിജയ് ബാബു സമ്മതിച്ച് കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ പേരിൽ 2016 വരെ പുറത്തു വന്ന സെൻസർഷിപ്പ് ക്രെഡിറ്റും മാനേജിംഗ് പാർട്ട്ണർ ആയിരുന്ന എൻ്റെ പേരിലാണെന്നും ഇതിൽ നിന്നും വ്യക്തമാണ്. 2016 ശേഷം ഫ്രൈഡേ ഫിലിം ഹൗസിൽ ഞാനൊരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ല. എൻ്റെ വാദം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നിയമാവലി പ്രകാരം ഞാൻ മാനേജിംഗ് പാർട്ണർ ആയിരുന്നപ്പോഴുള്ള എല്ലാ സിനിമകളുടെയും സെൻസർഷിപ്പ് ക്രെഡിറ്റ് എൻ്റെ പേരിലുള്ളതാണെന്നാണ്. ഇതിൽ താഴേക്കുമുണ്ട് നിരവധി ആരോപണങ്ങൾ എന്നുള്ളത്. വിനയ, തുടരാം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സാന്ദ്ര തോമസ് പ്രതികരിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ വിജയ് ബാബു പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2016 തന്നെ സാന്ദ്ര തോമസ് ഈ ഫ്രൈഡേ ഫിലിംസിൽ നിന്നും, അതായത് ഈ ഫ്രൈഡേ ഫിലിംസിന്റെ പേരിൽ ഫ്രൈഡേ ഫിലിംസിൽ നിന്നും സാന്ദ്ര തോമസ് രാജിവെച്ചിരുന്നു എന്ന് വിജയ് ബാബു വ്യക്തമാക്കിയിരുന്നു. അതിന് മറുപടിയായിട്ടാണ് സാന്ദ്ര തോമസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് സാന്ദ്ര തോമസ് പറയുന്ന കാര്യം, ഞാൻ 2016 വരെ ഫ്രൈഡേ ഫിലിംസ് ഹൗസിന്റെ മാനേജിംഗ് പാർട്ണർ ആയിരുന്നു എന്ന കാര്യം ഇപ്പോൾ ഇതിനോടകം തന്നെ വ്യക്തമായിരിക്കുകയാണ്. വിജയ് ബാബുവിന്റെ പോസ്റ്റിലൂടെ തന്നെ അത് വ്യക്തമായിരിക്കുന്ന കാര്യമാണ്. അത് വിജയ് ബാബു തന്നെ സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ്. മറ്റൊരു പേരിൽ പറയുകയാണെങ്കിൽ തന്നെ 2016 വരെ പുറത്തു വന്ന സെൻസർഷിപ്പ് ക്രെഡിറ്റും മാനേജിംഗ് പാർട്ണറുമായിരുന്ന എന്റെ പേരിലാണെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. ഞാൻ ഇതിനു മുൻപ് 2016 വരെ അഭിനയിച്ച സിനിമയുടെ, അതായത് 2016 ശേഷം ഫ്രൈഡേ ഫിലിം ഹൗസിൽ ഞാനൊരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ല. അത് വിജയ് ബാബു തന്നെ വ്യക്തമാക്കിയിരുന്നു. സാന്ദ്ര തോമസ് 2016 രാജിവെച്ചിരുന്നു എന്നത്. ആ രാജിവെച്ചതിന് ശേഷം താൻ ഫ്രൈഡേ ഫിലിംസിൽ നിന്നും ഒരു തരത്തിലുള്ള അവകാശവാദവും താൻ ഫ്രൈഡേ ഫിലിംസിന്റെ പേരിൽ ഉന്നയിച്ചിട്ടില്ല എന്നാണ് സാന്ദ്ര തോമസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്റെ വാദം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിയമാവലി പ്രകാരം ഞാൻ മാനേജിംഗ് പാർട്ണറായിരുന്നപ്പോഴുള്ള എല്ലാ സിനിമകളും, അതായത് 2016 വരെയുള്ള സിനിമകളുടെയും സെൻസർഷിപ്പ് ക്രെഡിറ്റ് എന്റെ പേരിലാണ് ഉള്ളതെന്നാണ് സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നത്. 2016 ശേഷം ഞാൻ ഒരു തരത്തിലുമുള്ള അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. അതിന് മുൻപുള്ള എന്റെ സിനിമകൾ, ഞാൻ ഇറക്കിയിട്ടുള്ള എന്റെ സിനിമകളുടെ പേരിലാണ് ഞാൻ, അല്ലെങ്കിൽ സിനിമകളുടെ സെൻസർഷിപ്പ് ക്രെഡിറ്റ് എന്റെ പേരിലാണെന്നാണ് സാന്ദ്ര തോമസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ റെഗുലർ മെമ്പറായിരിക്കും അസോസിയേഷന്റെ കീ പോസ്റ്റിൽ നിയമപരമായി മത്സരിക്കാമെന്നാണ് സാന്ദ്ര തോമസ് ഇപ്പോൾ ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 14 പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ നിരവധിയായിട്ടുള്ള വാദപ്രതിവാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം
ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കം സാന്ദ്ര തോമസിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ അതിൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് വെറും ഷോ കാണിക്കുകയാണ്. വെറും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസ് കാണിച്ചത് വെറും ഷോ ആണെന്നായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ മാധ്യമങ്ങളോടടക്കം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ ദിവസം പർദ്ദ ധരിച്ചെത്തി, പിന്നീട് എന്താ സാന്ദ്രയ്ക്ക് പർദ്ദ കിട്ടിയില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിലടക്കമായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഫ്രൈഡേ ഫിലിംസിൽ അല്ലെങ്കിൽ ഫ്രൈഡേ ഫിലിംസിന്റെ പേരിലാണ് സാന്ദ്ര തോമസ് മത്സരിക്കാൻ രംഗത്ത് വരുന്നതെങ്കിൽ ഈ ഫ്രൈഡേ ഫിലിംസിന് തന്നെ 2 പങ്കാളികളുണ്ട്. അതായത് സാന്ദ്ര തോമസും വിജയബാബുവും. ഈ സാന്ദ്ര തോമസും വിജയബാബുവാണ് ഫ്രൈഡേ ഫിലിംസിന്റെ പങ്കാളിയായിട്ടുണ്ടായിരുന്നത്. 2016 ഫ്രൈഡേ ഫിലിംസിൽ നിന്നും സാന്ദ്ര തോമസ് രാജിവെക്കുന്നു. തുടർന്ന് 2016 മുതൽ 2024 വരെ വോട്ട് ചെയ്യാത്ത സാന്ദ്ര ഇപ്പോൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും ലിസ്റ്റിൻ സ്റ്റീഫൻ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ സാന്ദ്ര തോമസിന്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്, സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് എന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയായിരുന്നു വിജയബാബു രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതിനിപ്പോൾ മറുപടിയായിട്ടാണ് സാന്ദ്ര തോമസും രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് താൻ തന്റെ പേരിലുള്ള സർട്ടിഫിക്കറ്റ് അല്ല നൽകുന്നത്, താൻ 2016 വരെ ഫ്രൈഡേ ഫിലിംസിൽ ഉണ്ടായിരുന്നപ്പോൾ തന്റെ പ്രൊഡക്ഷൻ ഹൗസിന് പേരുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അത് പ്രകാരം തനിക്ക് മത്സരിക്കാൻ അർഹയാണെന്നാണ് സാന്ദ്ര തോമസ് ഇപ്പോഴും വ്യക്തമാക്കുന്നത്. സാന്ദ്ര തോമസിന്റെ ഹർജി അടക്കം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഒരുപക്ഷെ സാന്ദ്ര തോമസിനെ മത്സരിക്കാമെന്ന് കോടതി പറയുകയാണെങ്കിൽ തങ്ങൾ ഒന്നും പറയില്ല എന്നും ബാക്കി എല്ലാ തീരുമാനങ്ങളും കോടതി എടുക്കട്ടെ എന്നായിരുന്നു വിജയബാബു ആണെങ്കിലും ലിസ്റ്റിൻ സ്റ്റീഫൻ ആണെങ്കിലും വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. നിലവിലെന്തായാലും ഇനി 14-ാം തീയതിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാളെ സാന്ദ്ര തോമസിന്റെ ഹർജി അടക്കം പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാളിദാസ്, അതായത് പ്രധാനമായിട്ടും ഈ ഒരു സാന്ദ്ര തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം KFPA കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ റെഗുലർ മെമ്പറായ തനിക്ക് ഈ പോസ്റ്റിൽ നിയമപരമായി മത്സരിക്കാം, അതിനെ നിയമപരമായി ഖണ്ഡിക്കാവുന്ന ഒന്നും വിജയബാബുവിൻ്റെ പോസ്റ്റിലില്ല. അതായത് സാന്ദ്ര തോമസ് പാർട്ട്ണർഷിപ്പ് ഒഴിഞ്ഞില്ലയോ എന്നുള്ളത് ഇവിടെ തർക്ക വിഷയമേ അല്ല. എന്നാൽ 2016 വരെ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ മാനേജിംഗ് പാർട്ട്ണർ ആയിരുന്നു എന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് ഒരു മറുപടി വിജയബാബുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് വന്നത് മുതൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലാണെങ്കിലും വാദപ്രതിവാദങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. സാന്ദ്ര തോമസ് മറ്റ് പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് പറയുന്നു, അവർ തിരിച്ച് മറുപടി പറയുന്നു. ലിസ്റ്റിൻ സ്റ്റീഫനെ കുറിച്ച് പറയുന്നു, ലിസ്റ്റിൻ സ്റ്റീഫൻ അതിന് മറുപടി നൽകുന്നു. ഇത്തരത്തിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നോടിയായിട്ടാണ് പിന്നീട് ഈ വിജയബാബു പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഫ്രൈഡേ ഫിലിംസിന്റെ പേരിൽ സാന്ദ്ര തോമസിന് മത്സരിക്കാൻ സാധിക്കില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ വിജയബാബുവിന്റെ പോസ്റ്റിനെ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സാന്ദ്ര തോമസും രംഗത്ത് വന്നിരിക്കുന്നത്. തനിക്ക് മത്സരിക്കാം. കൂടാതെ തന്നെ ഈ വിജയബാബുവിന്റെ പോസ്റ്റിൽ ഒരു തരത്തിലുമുള്ള അല്ലെങ്കിൽ വിജയബാബുവിനെ അതിന് നിയമപരമായി ഖണ്ഡിക്കാവുന്ന ഒന്നും വിജയബാബുവിന്റെ പോസ്റ്റിലില്ല എന്നായിരുന്നു സാന്ദ്ര തോമസ് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്നത്. താൻ പാർട്ട്ണർഷിപ്പ് ഒഴിഞ്ഞില്ലയോ എന്നുള്ളത് ഇവിടെ ചർച്ച വിഷയമേ അല്ല. എന്നാൽ 2016 വരെ താൻ ഒരു ഇതിന്റെ മാനേജിംഗ് പാർട്ണർ ആയിരുന്നു എന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നുണ്ട്. നിയമം പരിശോധിക്കുന്നത് വിജയബാബുവിന്റെ സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് അസോസിയേഷന്റെ ബെലോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നിയമത്തിന്റെ കണ്ണിൽ എങ്ങനെ എന്നുള്ളതാണ്. അത് കോടതി വിലയിരുത്തുമെന്ന് തന്നെയാണ് സാന്ദ്ര തോമസും വ്യക്തമാക്കുന്നത്. അത് തന്നെയായിരുന്നു ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ ആണെങ്കിലും വിജയബാബു ആണെങ്കിലും വ്യക്തമാക്കിയത്. സാന്ദ്ര തോമസിന്റെ ഹർജി എന്തായാലും പരിഗണിക്കട്ടെ. ഹർജി പരിഗണിച്ചതിന് ശേഷം കോടതി എന്താണ് പറയുന്നത്, കോടതി സാന്ദ്ര തോമസിനോട് മത്സരിക്കാനാണ് പറയുന്നതെങ്കിൽ സാന്ദ്ര തോമസ് മത്സരിക്കട്ടെ എന്ന നിലപാട് തന്നെയായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ ആണെങ്കിലും മറ്റു ആളുകളാണെങ്കിലും അടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സാന്ദ്ര തോമസും വ്യക്തമാക്കുന്നത്. തന്നോട് മത്സരിക്കരുത് എന്ന് പറയുന്ന ഇവർക്ക് യാതൊരു തരത്തിലുള്ള അവകാശവുമില്ല. ഇവിടെ തന്നെ താൻ 2016 വരെ ഉണ്ടായിരുന്ന തന്റെ മാനേജിംഗ് അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ താൻ അഭിനയിച്ച അല്ലെങ്കിൽ താൻ നിർമ്മിച്ച സിനിമയെ കുറിച്ചാണ് പ്രധാനമായും ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് താൻ പറയുന്നത് എന്നടക്കമാണ് സാന്ദ്ര തോമസ് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. എന്തായാലും വിജയബാബുവിന്റെ പോസ്റ്റിനെ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സാന്ദ്ര തോമസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി വിജയബാബുവിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമോ എന്നതാണ് ഇനി ഏറ്റവും അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യം.
ശരി, വലിയ നിർമ്മാതാവ് വിജയ് ബാബുവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഉയർത്തിയിരിക്കുന്നത്. ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നവർ സൂക്ഷ്മത പുലർത്തിയാൽ സമൂഹത്തിൽ അപഹാസ്യരാവാതിരിക്കാമെന്ന് ഓർത്താൽ നിന്ന് സാന്ദ്ര തോമസിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലെ ഏറ്റവും അവസാനത്തെ വരിയാണ്. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.